ഹായ് ഫ്രണ്ട്സ്, A2Z Fari's വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യലായ മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ കുതിർത്തി വെക്കാം. ഇപ്പോൾ ഞാനിത് രാവിലത്തേക്ക് വേണ്ടിയിട്ട് രാത്രിയാണ് കുതിർത്തി വെച്ചത്. ഇതിപ്പോൾ രാവിലെ ആയപ്പോൾ കഴുകിയെടുത്ത് വെച്ചതാണ്. ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറ്, അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണ് അളവ് അരി എടുക്കുന്നത്, ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 1 കപ്പ് ചോറ് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഇപ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി. 1 ടേബിൾ സ്പൂൺ നിറച്ച് മൈദപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ വിരലോട് ഇതാക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് കിട്ടുന്നില്ലേ, അങ്ങനെ എടുത്താൽ മതി. കാരണം മൈദപ്പൊടി കൂടുമ്പോൾ നമ്മുടെ മുട്ടാപ്പത്തിന് കുറച്ച് ഹാർഡായി പോവും. അതിലേക്ക് 1 മുട്ടയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ടേബിൾ സ്പൂണിൽ അങ്ങനെ മൈദപ്പൊടിൻ്റെ അളവ് കാണിച്ചു തന്നത്. ഇത് അരക്കുന്ന സമയത്ത് നമുക്ക് 1/4 കപ്പ് വെള്ളം തന്നെ മതിയാവും. കാരണം നല്ലോണം ലൂസ് പാടില്ല. ലൂസായി പോയാൽ നമ്മുടെ മുട്ടാപ്പത്തിന് എണ്ണ പിടിക്കും. ഇതങ്ങനെ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അരച്ചിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടാപ്പം ചുട്ടെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടാപ്പത്തിൻ്റെ കാരി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മീഡിയം സ്റ്റീമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഹാഫായിട്ട് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് 4 കുഴിയിൽ മാത്രം ഫസ്റ്റ് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. കാരണം ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് അത്ര സ്പീഡ് കിട്ടൂലല്ലോ. അപ്പോൾ നമുക്ക് 4 കുഴിയിൽ മാത്രം മാവ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതിൻ്റെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് അടിവശം ചെറുങ്ങനെ ആയിട്ടുണ്ടാവും, മേലെ വശം ഇതുപോലെ മാവുണ്ടാവും. അപ്പം തന്നെ ഇത് തിരിച്ചിട്ടെടുക്കണം. അപ്പോഴാണ് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുക. കാരണം മേലെ മാവുണ്ടാകുമ്പോൾ തന്നെ തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കൊള്ളിയും വേണമെങ്കിൽ നമുക്കൊരു സ്പൂണും കൂടി ഉപയോഗിച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. ഇനി അത് തിരിച്ചിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ള കുഴിയിലും കൂടി നമുക്ക് മാവ് വെച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ അടിയിൽ ചെറുതായിട്ടാവുമ്പോൾ തന്നെ നമുക്ക് വേഗം തിരിച്ചിട്ടെടുക്കാം. അടി നന്നായിട്ട് ആവാൻ നിൽക്കരുത്. അപ്പം മേലത്തെ മാവും കൂടി ഉള്ളിന്ന് വെന്ത് പോവും. അടി ചെറുതായിട്ടാവുമ്പോൾ തന്നെ ഇതുപോലെ തിരിച്ചിട്ടെടുക്കണം. എന്നാലാണ് നമുക്ക് മുഴുവനായിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടും. അല്ലാതെ റൗണ്ട് ഷേപ്പ് കിട്ടാതെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ആയിപ്പോവും. ആദ്യം തിരിച്ചിട്ട മുട്ടാപ്പത്തിൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലായാലേ നമുക്ക് എണ്ണ പിടിച്ചു പോകും. അതുപോലെ നമ്മൾ അരക്കുമ്പോഴും നന്ന ലൂസായിട്ട് അരക്കാൻ പാടില്ല, അന്നേരം നമുക്കിത് എണ്ണ പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ മുട്ടാപ്പം ഓരോന്നായിട്ട് റെഡി ആകുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇനി ഞാൻ ബാക്കിയുള്ള മാവിൽ മസാല മുട്ടാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആ ചെമ്മീൻ ഫ്രൈ ചെയ്തതും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള മാവിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബീഫിലും ചിക്കനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം.
ആദ്യം മസാലയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയ മുട്ടാപ്പം അങ്ങ് കറിയൊന്നും ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടാപ്പാണ്. ഇപ്പോൾ അത് കറിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്കൊരു സ്നാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതും നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടെടുത്തോണ്ട് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് മുട്ടാപ്പായിട്ടുണ്ട്. നമുക്കിതും എല്ലാ സൈഡ് ആയതിനു ശേഷം നമുക്കിതും മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല മുട്ടാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മസാല ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാറ്. നമ്മുടെ നാട്ടിലൊക്കെ രാവിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.